ലോക പ്രശസ്ത ആർക്കിയോളജിസ്റ്റ് ആയിരുന്ന ഹൊവാർഡ് കാർട്ടർ 1922-ൽ നൈൽ നദിയുടെ തീരത്തുള്ള വാലി ഓഫ് കിങ്സ് എന്ന പ്രദേശം എക്സ്കവേറ്റ് ചെയ്തപ്പോൾ ഈജിപ്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഫറവോയായിരുന്ന തുത്തൻഖാമുന്റെ ശവകുടീരം അവിടെ കണ്ടെത്തി. ആ ശവകുടീരം തുറന്നു നോക്കിയ കാർട്ടറും സംഘവും അതിനുള്ളിലെ വിശേഷ വസ്തുക്കൾ കണ്ട് അമ്പരന്നുപോയി. എന്നാൽ അവരുടെ സവിശേഷമായ ശ്രദ്ധ ആകർഷിച്ച ഒരു വസ്തു, അനേകം വസ്തുക്കളിൽ ഒന്ന്, അവിടെ വെച്ചിരുന്ന ചില അലബാസ്റ്റർ ജാറുകളാണ്. അലബാസ്റ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ മാർബിൾ പോലെ, എന്നാൽ അതിനേക്കാൾ കാഠിന്യം കുറഞ്ഞ ഒരിനം പാറയാണ്. അതുകൊണ്ട് പല പല വസ്തുക്കൾ ഉണ്ടാക്കാൻ എളുപ്പമാണ്. ആ അലബാസ്റ്റർ കൊണ്ടുണ്ടാക്കിയ വളരെ മനോഹരമായ ചില ജാറുകൾ അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു. ആ ജാറുകൾ തുറന്നു നോക്കിയപ്പോൾ വിശേഷപ്പെട്ട സൗരഭ്യം നിറഞ്ഞ ഒരു വസ്തു അതിനുള്ളിൽ കണ്ടു. 3000-ലേറെ വർഷം പഴക്കമുള്ളതും വളരെ സോളിഡ് ആയിട്ടിരിക്കുന്നതുമായ ഒരു സുഗന്ധദ്രവ്യമാണ് അവരതിനുള്ളിൽ കണ്ടത്. കാലങ്ങൾ നീണ്ട പരിശോധനയ്ക്കിടയിൽ അവർ മനസ്സിലാക്കി അത് നാർദീൻ തൈലമാണെന്ന്. എന്താണ് ഈ നാർദീൻ തൈലം? ഈ നാർദീൻ തൈലം സ്പൈക്കനാഡ് എന്നും നാർദീൻ എന്നും നാഡ് എന്നും മസ്ക് റൂട്ട് എന്നും മലയാളത്തിൽ ജഡാമഞ്ചി എന്നും പേരുള്ള ഒരു പ്രത്യേക ഇനം ഔഷധ സസ്യമാണ്. ഹിമാലയത്തിന്റെ വളരെ ഉയർന്ന പ്രദേശങ്ങളിൽ ഏതാണ്ട് 3000 മുതൽ 5000 മീറ്റർ വരെ ഉയരത്തിൽ വളരുന്ന ഒരു പ്രത്യേക ഇനം ചെടിയാണിത്. അതിന്റെ വേര് ഇടിച്ച് പിഴിഞ്ഞെടുത്ത് അത് വാറ്റിയെടുക്കുന്നുണ്ടാകുന്ന തിക്ക് കൺസിസ്റ്റൻസിയിലുള്ള എസൻഷ്യൽ ഓയിൽ, മീറ, കുന്തിരുക്കം തുടങ്ങിയ എസൻഷ്യൽ ഓയിലുമായി മിക്സ് ചെയ്താണ് ഈ അത്യപൂർവമായ സുഗന്ധദ്രവ്യം ഉണ്ടാക്കുന്നത്. ഇത് പെർഫ്യൂമിനു വേണ്ടിയും മെഡിസിനു വേണ്ടിയും മതപരമായ ചില അനുഷ്ഠാനങ്ങൾക്ക് വേണ്ടിയും യൂറോപ്പിലും ഈജിപ്തിലുമൊക്കെ ഉപയോഗിച്ചിരുന്നു. ഇന്ത്യയിൽ നിന്നും ചൈന വഴി മധ്യേഷ്യയിലൂടെ യൂറോപ്പിലെത്തുന്ന ഒരു ട്രേഡ് റൂട്ടായിരുന്നു സിൽക്ക് റൂട്ട്. ഈ റൂട്ട് വഴി ധാരാളം കച്ചവടക്കാർ, കാരവൻ സംഘങ്ങൾ യൂറോപ്പിലേക്കും തിരിച്ച് ഇന്ത്യയിലേക്കും കച്ചവട ചരക്കുകൾ കൊണ്ടുപോയിരുന്നു. അങ്ങനെയാണ് ഇന്ത്യയിൽ നിന്നും ഈ സുഗന്ധദ്രവ്യം യൂറോപ്പിലും ഈജിപ്തിലും എത്തിയത്. തുത്തൻഖാമുന്റെ ശവകുടീരത്തിൽ നിന്നും കിട്ടിയ അലബാസ്റ്റർ ജാറുകളിൽ സൂക്ഷിച്ചിരുന്ന ഈ വിലയേറിയ സുഗന്ധദ്രവ്യം ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ പുരാവസ്തു ശേഖരമായ കൈറോയിലുള്ള ഈജിപ്ഷ്യൻ മ്യൂസിയത്തിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.